हरि ओं श्री गुरुभ्यो नमः। हरि श्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ॐ श्रीमहात्रिपुरसुन्दर्यै नमः। सौन्दर्यलहरी मङ्गलश्लोकम्। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय യതിരാജായതേ നമഃ. 63-ാമത്തെ ശ്ലോകം. നമ്മൾ ഭഗവതിയുടെ നാസാദണ്ഡം, അതായത് നാസിക കണ്ടു, മൂക്ക് കണ്ടു, അധരം കണ്ടു, ദന്തകാന്തി കണ്ടു. 63-ാമത്തെ ശ്ലോകം. സ്മിതജ്യോത്സ്നാജാലം തവ വദന ചന്ദ്രസ്യ പിബതാം ചകോരാണാമാസീദതിരസതയാ ചഞ്ജുജഡിമാം അധസ്തേ ശീതാംശോരമൃതലഹരീമമ്ലരുജയഃ പിബന്തി സ്വച്ഛന്ദം നിശി നിശി വൃശം കാഞ്ചികധിയാം. തവ നിന്തിരുവടിയുടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്തിരുവടിയുടെ വദനചന്ദ്രസ്യ മുഖചന്ദ്രൻ്റെ, അതായത് മുഖം ചന്ദ്രനെ പോലെയെന്ന പറയുന്നത്, മുഖചന്ദ്രൻ്റെ സ്മിതജ്യോത്സ്നാജാലം മന്ദഹാസമാകുന്ന ചന്ദ്രികയുടെ സമൂഹത്തെ പിബതാം പാനം ചെയ്യുന്ന ചകോരപ്പക്ഷികൾക്ക് അതിരസതയ അതിമാധുര്യം ഹേതുവായിട്ട് ചഞ്ജുജടിമ, ചഞ്ജുക്കൾ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട്, കൊക്കുകൾ കൊണ്ട്, കൊക്കുകൾക്ക് മാന്ദ്യം സംഭവിച്ചു, അതായത് വിഷമം സംഭവിച്ചു, ആസീത് ഭവിച്ചു, അത് കാരണം ആ ചകോരപ്പക്ഷികൾ അമ്ലരുചയ പുളിരസത്തിൽ താല്പര്യത്തോടുകൂടിയവയായിട്ട് നിശി നിശി രാത്രി തോടും ശീതാംശോ ചന്ദ്രൻ്റെ അമൃതലഹരിയും അമൃതമയമായ ചന്ദ്രികാ പ്രവാഹത്തെ കാഞ്ചികഥ്യ പുളിച്ച കാടിയാണെന്ന് കരുതിയിട്ട് സ്വച്ഛന്തം യഥേഷ്ടം വൃശം ധാരാളമായി പിബന്തി കുടിക്കുന്നു. ഇവിടെ എന്നാ സാരമായിട്ട് പറഞ്ഞിട്ടുള്ളത്? അതായത് അമ്മയുടെ ദേവിയുടെ മുഖത്തിന് ചന്ദ്രികയുടെ പ്രഭ ഒന്നും തന്നെ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മുഖചന്ദ്ര ആയിട്ടുള്ള അമ്മയുടെ മുഖ സൗന്ദര്യത്തിൽ അതിൻ്റെ മാധുര്യം കാരണം മാധുര്യം അനുഭവിച്ചിട്ട് മധുരം കൂടുതൽ കഴിച്ചാൽ പിന്നെ പുളിരസം കഴിക്കേണ്ടി വരും. അതായത് നല്ല സദ്യയൊക്കെ ഉണ്ട്, 2 പായസമൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്, മധുരത്തിൻ്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് സദ്യയിൽ മോരും ചോറും വീണ്ടും കഴിക്കും. അതായത് ആ മധുരത്തിൻ്റെ ഒരു ശക്തി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ചകോരപ്പക്ഷി ചന്ദ്രികയുടെ നിലാവ് ഈ പുളിച്ച കാടിയാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ കുടിക്കാൻ ശ്രമിക്കുമത്രേ. സ്വച്ഛന്ത യഥേഷ്ടം ധാരാളമായി പിബതി കുടിക്കുന്നു. അതായത് അമ്മയുടെ മുഖത്തിൻ്റെ സൗന്ദര്യം മധുരം നുകർന്നിട്ട് പുളിച്ച കാടി കുടിക്കണമെന്ന് തോന്നുന്നു. അതായത് ഒരു ഉപമ പറയുന്നതാണ് കേട്ടോ. അല്ലയോ ശ്രീ മഹാദേവി, നിന്തിരുവടിയുടെ മുഖചന്ദ്രൻ്റെ മന്ദഹാസമാകുന്ന ചന്ദ്രികാ സമൂഹത്തെ പാനം ചെയ്യുന്ന ചകോരപ്പക്ഷികൾക്ക് അതിൻ്റെ അതിമാധുര്യത്താൽ കൊക്കുകൾ തരിച്ചു പോയത് നിമിത്തം അവ പുളിരസത്തിൽ രുചിയുള്ളവയായിട്ട് രാത്രിതോറും ചന്ദ്രൻ്റെ അമൃതമയമായ ചന്ദ്രികാ പ്രവാഹത്തെ പുളിച്ച കാടിയാണെന്ന് കരുതി യഥേഷ്ടം ധാരാളമായി പാനം ചെയ്യുന്നു എന്ന് ഉപമിക്കുകയാണ് കേട്ടോ. എന്തൊരു അതിശയോക്തിയാണ് അല്ലേ ഇവിടെ പറയുന്നത്. അത്രയധികം ഉപമിച്ചിട്ട് പറയുന്ന അമ്മയുടെ മുഖ സൗന്ദര്യം അത്രയധികം ചന്ദ്രിക വരെ തോറ്റുപോകും എന്നാണ് പറയുന്നത്. ആ മധുരമായ മുഖം, മധുര സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മുഖം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവേതി സമർപ്പയാമി.
സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം.